പാലക്കാടും സമാനമായി വലിയ ജനഘോഷം തന്നെയുണ്ട്. വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. ഷാരിഖ് നവാസ് ചേർന്നു. ഷാരിഖ് പറയൂ, വലിയ ആവേശമാണ് അവിടെ. പ്രവർത്തന ആഹ്ലാദ പ്രകടനം എങ്ങനെയുണ്ട്? അമൽ, DCC ഓഫീസിൽ നിന്നാണ് UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിട്ടുള്ളത്. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, UDF നേതാക്കൾ ഉൾപ്പെടെയാണ് ഈ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നത്. വലിയ രീതിയിലാണ് ഇപ്പോൾ ആഹ്ലാദ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആഹ്ലാദമാണുള്ളത്. അങ്ങനെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയായി VD സതീശനെ തന്നെ 10 വർഷത്തിന് ശേഷം ഞങ്ങൾ കാത്തിരുന്ന ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. കേരള ജനത അത്യാഹ്ലാദത്തിലാണ്. ഒരു വ്യക്തമായ അജണ്ടയോടുകൂടി ഒരു മുഖ്യമന്ത്രി കേരളത്തെ വീണ്ടെടുക്കാൻ, ഈ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. അവിടെ പാലക്കാട്ടുകാർക്ക് വലിയ ആഹ്ലാദമാണ്. കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്നത് 5 സീറ്റാക്കി വർദ്ധിപ്പിച്ച് 102 സീറ്റ് കിട്ടിയ UDFന്റെ ഏറ്റവും നല്ല ഒരു മുന്നേറ്റം പാലക്കാട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയും കേരള ജനതയ്ക്കും UDFനും എല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ളത്. അതിന്റെ ഒരു ആവേശമാണ് ജില്ലയിൽ ഉടനീളം ഉള്ളത്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ കൂടി ചേരുന്നു നമുക്കപ്പം. അങ്ങനെ VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. വലിയ ആഹ്ലാദമാണ്. എങ്ങനെയാണ് ഈ ആഹ്ലാദ പ്രകടനം? ധാരാളം പ്രതീക്ഷയോടുകൂടി ഐക്യ ജനാധിപത്യമാണ് അധികാരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ MLA-മാരെ തെരഞ്ഞെടുത്തത്. അത് പാലക്കാട്ടേക്കും ഗുണകരമായി ഭവിക്കും എന്ന് വിശ്വാസവും സന്തോഷവും നമുക്ക് നൽകുന്നുണ്ട്. അതാണ് ആവേശം. വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലും തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഉൾപ്പെടെയുള്ള UDFന്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ നേതാക്കളും പ്രവർത്തകരും സാധാരണ അണികൾ മുതൽ എല്ലാ നേതാക്കളും വലിയ ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. കാരണം ഏറെ കാത്തിരിക്കേണ്ടി വന്നു ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കിട്ടാൻ. അത് കഴിഞ്ഞു. ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ് അവർ ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പുതിയ കോൺഗ്രസിന്റെ ഭരണം വരുമ്പോൾ അത് വലിയൊരു സൽഭരണമാകുമെന്ന് തന്നെയാണ് VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരായിരിക്കും, ജനകീയ സർക്കാരായിരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ്, വലിയ ആഹ്ലാദത്തിലാണ് ഈ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. ആവേശമാണ് സംസ്ഥാനത്തുടനീളം. പാലക്കാട്ടെ ആഘോഷത്തിന്റെ ആവേശത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.